കൂടെ ചേർന്ന് പാടിക്കുക. എല്ലാവരും പ്രാർത്ഥിച്ച് ഈശോയെ സ്നേഹത്തോടെ സ്വീകരിച്ച് ഈ സമൂഹത്തിലേക്ക്, നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിലേക്ക്, നമ്മുടെ ജീവിതത്തിലേക്ക് ഈശോയെ സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അത്ഭുതങ്ങളുടെ രാത്രിയാണിത്, അനുഗ്രഹങ്ങളുടെ രാത്രിയാണ്, അഭിഷേകത്തിൻ്റെ രാത്രിയാണ്. ദൈവം കരുണ വർഷിക്കുന്ന നിമിഷങ്ങളാണ്. ഓ ദൈവം എഴുന്നള്ളി വരുന്നു, ഓ രക്ഷകൻ എഴുന്നള്ളി വരുന്നു, ഓ സ്നേഹം എഴുന്നള്ളി വരുന്നു. ഹൃദയപൂർവ്വം അവിടുത്തെ ആരാധിക്കുക, ഹൃദയപൂർവ്വം അവിടുത്തെ സ്തുതിക്കുക, സർവശക്തിയോടും കൂടെ സ്തുതിക്കുക, പൂർണ്ണ മനസ്സോടെ സ്തുതിക്കുക. ഹൃദയത്തിൽ സ്തുതിയുടെ പ്രാർത്ഥന ഉണ്ടാകും, ചെറിയ സ്തുതിപ്പുകളുണ്ടാകും. എല്ലാവരും ചേർന്ന് പാടി പ്രാർത്ഥിച്ചേ. എഴുന്നള്ളി വരുന്ന രാജാധിരാജനെ പാടി സ്തുതിക്കുവാൻ, അവന് മുൻപിൽ പുഷ്പാർച്ചന നിർവഹിക്കും, ദീപങ്ങളാൽ അവനെ വരവേൽക്കുവാൻ. ഓ ഇതൊരു അസുലഭ നിമിഷമാണ്, ഇത് ആരാധനയുടെ സുന്ദര നിമിഷമാണ്. പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ. പരമപരിശുദ്ധിയുടെ മുമ്പിൽ സ്നേഹം സമർപ്പിക്കുകയാണ്, ഹൃദയം സമർപ്പിക്കുകയാണ്, നമ്മുടെ ജീവിതം സമർപ്പിക്കുകയാണ്. സാധിക്കുന്നവരെല്ലാം ഒരു നിമിഷം മുട്ടുകൊത്ത് നിന്ന് അവിടുത്തെ ഒന്ന് ആരാധിക്കും. ഇവിടെ മാലാഖമാരുണ്ട്, സ്വർഗവാസികളുണ്ട്, എല്ലാ വിശുദ്ധരും ഇവിടെ ഉണ്ട്. ഇവിടെ സ്വർഗം ഇറങ്ങി വരികയാണ്, മനുഷ്യന്റെ അടുത്തേക്ക് ഇറങ്ങി വരികയാണ്, ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ്. സ്വർഗവും ഭൂമിയും ഒരുമിച്ച് കൂടുകയാണ്. സ്വർഗം താഴേക്ക് ഇറങ്ങി വരുന്നത് മനുഷ്യനെ സ്വർഗത്തിൽ കയറ്റാൻ വേണ്ടിയാണ്. സ്വരം ഉയർത്തി എല്ലാവരും പാടിക്കുകയും, എല്ലാവരും ചേർന്ന് പാടിക്കുകയും, ദൈവത്തെ ഒന്ന് വാഴ്ചിക്കുകയും, ദൈവത്തിന് മഹത്വം കൊടുത്ത്, ദൈവത്തിന് സ്നേഹം കൊടുത്ത്, നമ്മുടെ ആരാധന സമർപ്പിച്ച്, നമ്മുടെ നാവുകൾ കർത്താവിനെ സ്തുതിക്കട്ടെ, നമ്മുടെ ഹൃദയം കർത്താവിനെ സ്തുതിക്കട്ടെ, നമ്മുടെ മനസ്സ് കർത്താവിനെ സ്തുതിക്കട്ടെ. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, സർവശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കുക. മാലാഖമാരോടും വിശുദ്ധരോടും ചേർന്ന് സ്തുതിക്കുക. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി ഒന്ന് പറയാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും എല്ലാവരും കൂടെ സർവശക്തിയോടും കൂടെ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. ഒരിക്കൽ കൂടെ നാം പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും. നമ്മുടെ സ്വരം ഉയർത്തി നമുക്കെല്ലാവർക്കും ചേർന്ന് കർത്താവിനെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. സർവശക്തിയോടുകൂടെ സ്തുതിക്കുക, സ്വരമുയർത്തി സ്തുതിക്കുക. ആരാധിച്ച് പ്രാർത്ഥിക്കുന്ന ഈ നിമിഷങ്ങളിൽ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും ഉണ്ടാവണം. ഹല്ലേലൂയ 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 ശുബാന ഹലത ഷദലലല ഷല്ല ഹല 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 ഷല ഹല 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 ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ദൈവമേ പരിശുദ്ധനാകുന്നു, ബലവാന് നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവന് നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവന് ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മാലാഖമാരെ ഒന്ന് കൂട്ടിന് പിടിച്ച് വിശുദ്ധരെ ഒന്ന് കൂടെ നിർത്തിക്ക്. അവരെല്ലാവരും കൂടെ സ്തുതിച്ച്, സകല സ്വർഗ്ഗവാസികളെ ചേർന്ന് സ്തുതിച്ച് ഹല്ലേലൂയ. ആരാധന ആരാധന എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടെ എല്ലാവരും പാടും.
യേശു എന്ന് പ്രാർത്ഥിച്ചേ. ആരാധന. സന്തോഷത്തോടെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപാരവൃദ്ധ ജനങ്ങള് രാജാധിരാജന് ഹോശാന പാടിയതുപോലെ നാമും പാടി സ്തുതിക്കുകയാണ്. ആരും പറഞ്ഞിട്ടല്ലല്ലോ, ഇതെന്റെ ഹൃദയത്തിൽ നിന്നാണ്, ഇതെന്റെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നാണ്, എന്റെ മനസ്സിൽ നിന്നാണ് എന്നിൽ പരിശുദ്ധാത്മാവ് തോന്നിക്കുന്നു. ഓ, ആത്മനിറവുണ്ടാവട്ടെ, ആത്മാഭിഷേകം ഉണ്ടാവട്ടെ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, കത്തി പടരണമേ, ഞങ്ങളിൽ കത്തി പടരണമേ. ഓ, ജീവജലത്തിന്റെ അരുവിയായി നിറഞ്ഞ് കവിയണമേ. ആത്മശക്തി നിറയട്ടെ, ആത്മാവ് ഉണരട്ടെ, ആത്മാവ് ശക്തിപ്പെടുത്തട്ടെ, ആത്മാവ് ശക്തിപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. ആത്മാവ് സഹായിക്കട്ടെ, ദൈവാത്മാവ് സഹായിക്കട്ടെ, ദൈവാത്മാവ് ഉണരട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാവരും കൂടെ ചേർന്ന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷകളുടെ പരിസമാപ്തിയാണ്. ഈ നിമിഷങ്ങളിൽ നമ്മൾ ഒരുമിച്ച് കൂടുകയാണ്, നമ്മളെല്ലാവരും കൂടെ സ്തുതിക്കുകയാണ്, സർവശക്തിയോടും കൂടെ സ്തുതിക്കുകയാണ്. കർത്താവ് തന്ന എല്ലാ സ്നേഹത്തിനും, എല്ലാ പ്രോത്സാഹനത്തിനും, എല്ലാ അനുഗ്രഹങ്ങൾക്കും, എല്ലാ ശക്തികൾക്കും നമ്മൾ ഒന്നാകെ നന്ദി പറയുന്ന സുന്ദര നിമിഷങ്ങൾ. നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും ഒരുമിച്ച് ചേർന്ന് ഇവിടെയുള്ള ഇത്രയും ആളുകൾ ഒരുമിച്ച് കൂടണം. ഇത്രയും ആളുകൾ മാത്രമല്ല, നമ്മൾ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വലിയ സമൂഹമുണ്ട്. ഈ പ്രപഞ്ചം മുഴുവനെയും കർത്താവിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് അവരെല്ലാവരും കൂടെ ചേർന്ന് സ്തുതിക്കണം. പഞ്ചഭൂഖണ്ഡങ്ങളിലുമുള്ള സകല മനുഷ്യരോടും ചേർന്ന് നമ്മൾ സ്തുതിക്കണം. അവരെല്ലാം ഇവിടെ നമ്മൾ കാണണം. ആ ദിവ്യ കാരുണ്യത്തിലേക്ക് അവരെല്ലാം സമർപ്പിക്കണം. അവർക്കൊക്കെ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, സകല ചരാചരങ്ങളോടും ചേർന്ന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. കർത്താവായ ഈശോയെ, പ്രപഞ്ചം മുഴുവനിലുമുള്ള എല്ലാ ദൈവമക്കളോടും ചേർന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു, ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇത് ദൈവ ശുശ്രൂഷയാണ്, ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. ദൈവത്തെ മാലാഖമാര് സ്തുതിക്കുന്നു, മാലാഖമാരുടെ ശുശ്രൂഷയാണ്, വിശുദ്ധരുടെ ശുശ്രൂഷയാണ്. ഇവിടെ ദൈവമക്കള് വിശുദ്ധരോട് ചേർന്ന്, മാലാഖമാരോട് ചേർന്ന്, ദൈവത്തിന്റെ ചൈതന്യമായ പരിശുദ്ധാത്മാവിനോട് ചേർന്ന് സ്തുതിക്കുകയാണ്. ആത്മാവിലും സത്യത്തിലും സ്തുതിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ആത്മശക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയാനൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മളിൽ ആളിപ്പടരാനായിട്ട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളിൽ നിറയണമേ, ഞങ്ങളിൽ കത്തി പടരണമേ, ഞങ്ങളിൽ നിറഞ്ഞ് കവിയണമേ, ജ്വലിപ്പിക്കണമേ. ഞങ്ങളുടെ ഉള്ളങ്ങളെ ജ്വലിപ്പിക്കണമേ, ഞങ്ങളുടെ മനസ്സുകളെ ജ്വലിപ്പിക്കണമേ, ഞങ്ങളുടെ ശരീരങ്ങളെ ജ്വലിപ്പിക്കണമേ, ഞങ്ങളുടെ ഈ സമൂഹത്തെ ജ്വലിപ്പിക്കണേ. ഞങ്ങൾ ഒന്ന് ചേർന്ന്, ആത്മാവിൽ ദൈവമക്കൾ ഒന്ന് ചേർന്ന് ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. നമുക്കെല്ലാവർക്കും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ആത്മനിറവിൽ, ഓ പരിശുദ്ധാത്മാവ് നിറയട്ടെ. ആത്മാവിനെ കൂട്ടി വിളിച്ച് സഹായം പ്രാർത്ഥിച്ച്, ആത്മാവാണ് സഹായിക്കുന്നത്. നമുക്ക് അറിഞ്ഞുകൂടാ, നമുക്ക് അറിയത്തില്ല. ഓ പരിശുദ്ധാത്മാവ് വരട്ടെ, പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവ് നമ്മളിൽ നിറയട്ടെ. ദൈവമക്കളാകട്ടെ, ആബാ പിതാവേ എന്ന് വിളിക്കാൻ നമ്മളെ സഹായിക്കട്ടെ. ദിവ്യ സ്നേഹത്തെ നമ്മളിൽ ഉജ്ജ്വലിപ്പിക്കട്ടെ. ആത്മാവിന്റെ നിറവിന് നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മ നിറവില് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആത്മാവ് നിറയട്ടെ, ആത്മാവിന്റെ നിറവിൽ പ്രാർത്ഥിക്കാം. എല്ലാവരും കൂടെ കൈയടിച്ച് പാടിക്ക്, കൂടെ ചേർന്ന് പാടിക്ക്. അഭിഷേകത്തിന്റെ അനുഭവം നിറയട്ടെ, അനുഗ്രഹം നിറയട്ടെ, ശക്തി നിറയട്ടെ. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് പാടിക്ക്. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. ശക്തിയിൽ നമുക്ക് പാടാം. പരിശുദ്ധാത്മാവേ, ശക്തി പകർന്നിടണേ. ദൈവശക്തി നമുക്ക് ആവശ്യമാണല്ലോ. കർത്താവിന്റെ ബലം നമുക്ക് ആവശ്യമാണല്ലോ. കർത്താവിന്റെ സ്നേഹം നമുക്ക് ആവശ്യമാണല്ലോ. കർത്താവിന്റെ കൃപ നമുക്ക് ആവശ്യമാണല്ലോ. ദൈവത്തെ കൂടാതെ ഒന്നും സാധ്യമല്ലല്ലോ. ദൈവം നമ്മുടെ കൂടെ ഉണ്ടാവണമല്ലോ.
പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ദൈവത്തിന്റെ അത്ഭുത ശക്തി നമ്മളിൽ ആളി പടരാനായിട്ട് ആഗ്രഹിക്കണം. ഈ നിമിഷങ്ങളിൽ ദൈവമക്കൾ എല്ലാവരുടെ മേലും ദൈവാത്മാവിന്റെ അഭിഷേകം ആളിപ്പടരാൻ ആഗ്രഹിക്കണം. പരിശുദ്ധാത്മാവ് നമ്മളിൽ കത്തി പടരണം. അഗ്നിജ്വാല നമ്മളിൽ പടരണം. കർത്താവിന്റെ അഗ്നി സീനായ് മലയില് മുൾപടർപ്പിലേക്ക് ഇറങ്ങി വന്നതുപോലെ, ആദിമ സഭയില് അപ്പസ്തോലന്മാരില് ഇറങ്ങി വസിച്ചതുപോലെ നമ്മളിലും അഗ്നിജ്വാലകൾ ആളിപ്പടരുവാൻ ഇടയാകട്ടെ. ദൈവാത്മാവ് നമ്മളിൽ കത്തിപ്പടരട്ടെ. നമ്മുടെ ഹൃദയം ജ്വലിക്കട്ടെ, ആത്മാവ് ജ്വലിക്കട്ടെ, അഭിഷേകം ജ്വലിക്കട്ടെ, മനസ്സുകൾ ഉണരട്ടെ, ദൈവശക്തി നിറയട്ടെ. ദൈവാത്മാവ് നമ്മളെ ഉണർത്തി നമ്മളെ പ്രാർത്ഥിക്കാൻ സഹായിക്കട്ടെ. സ്ത്രീഹന്മാരിൽ നിറഞ്ഞ അതേ ചൈതന്യം, ആദിമസഭയിൽ നിറഞ്ഞ അതേ ചൈതന്യം ഇന്ന് നമ്മളിൽ ഈ നിമിഷങ്ങളിൽ നിറയാൻ ഇടയാകട്ടെ. നമ്മൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ചൈതന്യം നിറയാൻ നമ്മൾ പ്രാർത്ഥിക്കുന്നു. അഭിഷേക തികവിന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ എല്ലാവരും ചേർന്ന് ലോകത്തിൽ നടന്നിടുവാൻ. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവം പോൽ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ. ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ. ആദിയിലെന്ന പോലാത്മാവേ അധിക ബലം തരണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. നമ്മുടെ ജീവിതത്തിലേക്ക് കൃപ നിറയട്ടെ. നമ്മുടെ കുടുംബങ്ങളിലേക്ക് കൃപ നിറയട്ടെ. നമ്മുടെ ശുശ്രൂഷ മണ്ഡലങ്ങളിലേക്ക് കൃപ നിറയട്ടെ. എല്ലാ മേഖലകളിലേക്കും കൃപ നിറയട്ടെ. കർത്താവിൻ്റെ കൃപയുണ്ടെങ്കിൽ പാപം ഉപേക്ഷിക്കാൻ പറ്റുള്ളൂ. കർത്താവിൻ്റെ കൃപയുണ്ടെങ്കിൽ ദുശ്ശീലങ്ങൾ വിട്ടുപോകുള്ളൂ. കർത്താവിൻ്റെ കൃപയുണ്ടെങ്കിൽ ബന്ധനങ്ങൾ അഴിയുകയുള്ളൂ, തടസ്സങ്ങൾ വിട്ടുപോവുകയുള്ളൂ. ദൈവാത്മാവിൻ്റെ കൃപയുണ്ടെങ്കിൽ ഇവിടെ അത്ഭുതം ഉണ്ടാവുകയുള്ളൂ, ഇവിടെ അനുഗ്രഹം ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ദൈവാത്മാവിൻ്റെ ശക്തി നമ്മളിൽ നിറയേണ്ടത് നമ്മുടെ ആവശ്യമാണ്, ഇന്നിൻ്റെ ആവശ്യമാണ്. നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ മോഹങ്ങളൊക്കെ വിട്ടുപേക്ഷിച്ച് ആത്മനിറവിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ ഞങ്ങൾ സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ. ലോകത്തിൻ മോഹം വിട്ടോടിടുവാൻ ഞങ്ങൾ സാത്താന്റെ ശക്തിയെ ജയിച്ചിടുവാൻ. ധീരതയോടെ നീ സേവ ചെയ്യാൻ അഭിഷേകം ചെയ്തിടണേ. ധീരതയോടെ നീ സേവ ചെയ്യാൻ അഭിഷേകം ചെയ്തിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പ്രിയമുള്ള സഹോദരങ്ങളെ, ലോകത്തിന്റെ മോഹം വിട്ടുപേക്ഷിച്ചാൽ പോരാ. നമുക്കിവിടെ പരിശുദ്ധാത്മ കൃപകൾ വേണം, അനുഗ്രഹങ്ങൾ വേണം, അഭിഷേകം വേണം, നന്മ നിറയണം, മനസ്സ് നിറഞ്ഞ് സന്തോഷം ഉണ്ടാകണം, സമാധാനം ഉണ്ടാകണം, സൗഖ്യമുണ്ടാവണം. നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹങ്ങൾ സഫലമാവണം. ഒരു കെട്ട് പ്രാർത്ഥനകളാണ് ഇവിടെ സമർപ്പിച്ചിരിക്കുന്നത്. ഈ നിമിഷങ്ങളിൽ ആയിരം ആളുകളാണ് ദൈവസന്നിധിയിൽ അപേക്ഷകൾ സമർപ്പിക്കുന്നത്. ഈ അപേക്ഷകൾക്ക് ഉത്തരം വേണം. ഈ പ്രാർത്ഥനകൾ നമുക്ക് സാധിച്ചു കിട്ടണം. ദൈവത്തിന്റെ കൃപ പെരുമഴ പോലെ ഒഴുകി ഇറങ്ങണം. നമ്മളെ എല്ലാവരെയും ദൈവം സ്പർശിക്കണം, കൃപ കൊണ്ട് നിറയ്ക്കണം. ഈ രാത്രി മഹാ അത്ഭുതങ്ങൾ സംഭവിക്കണം തീർച്ചയായിട്ടും. അതുകൊണ്ട് കൃപകളും വരങ്ങളും നിറയുവാനായിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അഭിഷേക തികവിനാ പ്രാർത്ഥിക്കുന്നത്. ദൈവാത്മാവ് ആളി പടർന്ന് അത്ഭുതങ്ങൾ സംഭവിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഓരോ വ്യക്തിയിലും ദൈവം പ്രവർത്തിക്കണം. മനുഷ്യ മക്കളിൽ മുഴുവനും ദൈവം പ്രവർത്തിക്കണം. കൃപകളും വരങ്ങളും നമ്മളിൽ നിറഞ്ഞ് കവിയാനായി നമ്മൾ പ്രാർത്ഥിക്കുന്നു. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. കൃപകളും വരങ്ങളും ജ്വലിച്ചിടുവാൻ ഞങ്ങൾ വചനത്തിൽ വേരൂന്നി വളർന്നിടുവാൻ. വെൺമഴയെ വീണ്ടും
പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, വിശുദ്ധ ഗ്രന്ഥത്തില് മോശയിലേക്ക് കൃപ നിറഞ്ഞത് നമ്മൾ വായിക്കുന്നുണ്ട്. ആ അനുഭവം നമുക്കുണ്ടാവട്ടെ. സീനായ് മലയിൽ കത്തുന്ന മുൾപടർപ്പില് അഗ്നിജ്വാലയില് പരിശുദ്ധാത്മാവിന്റെ അഗ്നി മുൾപടർപ്പിലേക്ക് ഇറങ്ങി വന്നത് മോശ കണ്ടത് നമ്മളൊന്ന് മനസ്സിൽ ദർശിക്കുക. ആടുമാടുകളെ മേയിച്ച് മരുഭൂമിയിൽ നടന്ന മോശ പെട്ടെന്നാണ് കാണുന്നത് മുൾപടർപ്പ് കത്തിജ്വലിക്കുന്നു. ഈ അത്ഭുത ദൃശ്യം ഞാനൊന്ന് അടുത്ത് കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മോശ ഓടി കയറുകയാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നമ്മൾ എല്ലാവരും ഈ നിമിഷം നമ്മുടെ കണ്ണും ഹൃദയവും എല്ലാം ദിവ്യകാരുണ്യത്തിലേക്ക് ഉയർത്തണം. ഈ അത്ഭുത ദൃശ്യം എനിക്കൊന്ന് അടുത്ത് കാണണം, ഇതെനിക്ക് അടുത്തറിയണം, അടുത്തനുഭവിക്കണം. നമുക്കറിയാം, മുൾപടർപ്പ് കത്തുന്നത് ഒരു അത്ഭുത ദൃശ്യമൊന്നുമല്ല. മുൾപടർപ്പ് ഒരു സ്നേഹദൃശ്യമല്ല, ഒരു ഇഷ്ടപ്പെട്ട ദൃശ്യമല്ല. പക്ഷേ മോശയെ സംബന്ധിച്ചിടത്തോളം അതൊരു അത്ഭുത ദൃശ്യമായി. കർത്താവിന്റെ അഗ്നി ഈ മുൾപടർപ്പിലേക്ക് ആളിപ്പടർന്നു. പക്ഷെ മുൾപടർപ്പ് എരിഞ്ഞു ചാമ്പലായില്ല. അപ്പോഴത് അത്ഭുത ദൃശ്യമായി. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈ നിമിഷങ്ങളില്, ആരാധനയുടെ നിമിഷങ്ങളില് സമാനമായിട്ടുള്ള ഒരു അനുഭവം എല്ലാ മനുഷ്യ മക്കളിലും ഉണ്ടാകാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ ഓരോരുത്തരും മുള്ളുകളുള്ള മനുഷ്യരാ, നൊമ്പരമുള്ള മനുഷ്യരാ, നിരാശതയുള്ള മനുഷ്യരാ. നമ്മളിലേക്ക് ദൈവത്തിന്റെ തീ ആളിപ്പടരാൻ ഈ നിമിഷം ആഗ്രഹിക്കണം. നമ്മുടെ മുള്ളുകള് കത്തിച്ചു കളയാനായിട്ട് നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. നമ്മളിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് ശോഭയുള്ള മനുഷ്യരായി നമ്മൾ രൂപാന്തരപ്പെടാൻ നമ്മൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ദൈവ മനുഷ്യരായി നമ്മൾ മാറാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം. പ്രിയമുള്ള സഹോദരരെ, മുൾപടർപ്പിലേക്ക് അഗ്നി പടർന്നു എന്നുള്ളത് മോശയുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു മാറ്റമായിരുന്നു. മോശയാണ് മുള്ള മനുഷ്യൻ. മോശ അപകർഷതയുടെ മനുഷ്യനാണ്. മോശ ഒരു കൊലപാതകിയാണ്. മോശ തെളിവ് നശിപ്പിച്ചവനാണ്. മോശ അവിടുന്ന് ഒളിച്ചോടിയവനാണ്. മോശ അന്യജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചവനാണ്. എല്ലാ തരത്തിലും സമൂഹത്തില് മോശമായ ഒരു പ്രതിച്ഛായയാണ് മോശയ്ക്കുള്ളത്. ഇത്തരം മോശമായ ഒരു വ്യക്തിത്വത്തിലേക്ക് അപകർഷതയുടെ, എടുത്തുചാട്ടത്തിന്റെ, കോപത്തിന്റെ, വിക്കിന്റെ, അടിമത്തത്തിന്റെ, കൊലപാതകത്തിന്റെ, ഒളിച്ചുപോകലിന്റെ, അന്യജാതി സ്ത്രീയുമായിട്ടുള്ള വിവാഹബന്ധത്തിന്റെ ഒക്കെ എല്ലാ തരത്തിലുമുള്ള പരാജയങ്ങളും തിന്മകളുമുള്ള മോശ എന്ന മനുഷ്യനിലേക്ക് കർത്താവിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വന്ന സംഭവമാണ് മരുഭൂമിയിൽ സീനായിൽ നടന്നത്. മോശ എന്ന വിക്കൻ മനുഷ്യൻ, മോശ എന്ന കോപിഷ്ഠൻ, മോശ എന്ന കൊലപാതകി പുതിയ മനുഷ്യനായിട്ട് മാറുകയാ. പ്രിയമുള്ളവരെ, ഈ ആരാധനയിൽ പങ്കുചേർന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കളുടെ മേലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഗ്നി ആളിപ്പടരാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. ഇനി ഇവിടെ ഒരു മോശ ഉണ്ടാവാൻ പാടില്ല, ഒരു കൊലപാതകിയായി മോശ ഉണ്ടാവാൻ പാടില്ല, ഒരു വ്യഭിചാരിയായി മോശ ഉണ്ടാവാൻ പാടില്ല, ഒരു മതത്യാഗിയായി മോശ ഉണ്ടാവാൻ പാടില്ല. മറിച്ച് ഇവിടെ മറ്റൊരു മോശ പുനർജനിക്കണം. ഇവിടെയുള്ള ഓരോ വ്യക്തിയും ഒരു ജന നേതാവായിട്ട് മാറണം, ഒരു ദൈവ ശുശ്രൂഷകനായിട്ട് മാറണം, പരിശുദ്ധാത്മ നിറവുള്ള മനുഷ്യരായിട്ട് മാറണം. മോശയിലേക്ക്, മോശ എന്ന മുള്ളു മനുഷ്യനിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ഇറങ്ങി വന്നതോടുകൂടെ അവനൊരു പുതിയ മനുഷ്യനായി മാറുകയാ. അവൻ വിശ്വാസിയായിട്ട് മാറുകയാ. അവൻ ദൈവത്തെ കണ്ടവനാവുകയാ, ദൈവം കൂടെയുള്ളവനാവുകയാ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനായിട്ടുള്ള വലിയ കൃപയുള്ളവനായിട്ട് മാറുകയാ. ലോകം കണ്ടിട്ടുള്ള ജനനേതാക്കളിൽ ഏറ്റവും പ്രശസ്തനായിട്ട്, ഒന്നാമനായിട്ട് മോശ മാറുകയാ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഈശോയുടെ നാമത്തിൽ ജീവിക്കുന്ന സകല മനുഷ്യരും
തങ്ങളുടെ ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ നേടിയിട്ട്, തങ്ങളുടെ പാപങ്ങളിൽ നിന്ന്, ശാപങ്ങളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന്, അപകർഷതയിൽ നിന്ന്, ബലഹീനതയിൽ നിന്ന് മോചനം നേടിയിട്ട് കർത്താവിന്റെ പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ അഭിഷേകം പ്രാപിക്കാൻ ഇന്ന് ഈ രാത്രിയിൽ ആഗ്രഹിക്കണം. സകല ദൈവ ശുശ്രൂഷകരും കർത്താവിന്റെ അഗ്നി പ്രാപിക്കട്ടെ. സകല ദൈവമനുഷ്യരും കർത്താവിന്റെ അഭിഷേകം പ്രാപിക്കട്ടെ. ഈ അഭിഷേകത്തോടുകൂടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. അഭിഷേകം നമ്മളിൽ നിറഞ്ഞു കവിയട്ടെ. അഗ്നി ആളി പടരട്ടെ. പുതിയ മനുഷ്യരായിട്ട് നമ്മൾ രൂപാന്തരപ്പെടട്ടെ. നമ്മളിലേക്ക് പരിശുദ്ധാത്മ അഗ്നി ഇറങ്ങി വന്ന് നമ്മളുടെ ക്ഷീണം എടുത്തു കളയാൻ പറയാം, നമ്മളുടെ തളർച്ച എടുത്തു മാറ്റാൻ പറയാം, നമ്മുടെ അലസത എടുത്തു മാറ്റാൻ പറയാം, നമ്മളുടെ വൈരാഗ്യങ്ങൾ എടുത്തു മാറ്റാൻ, നമ്മളുടെ ക്ഷമിക്കാൻ മേലാത്ത അവസ്ഥ എടുത്തു മാറ്റാൻ, നമ്മുടെ പാപാവസ്ഥ എടുത്തു മാറ്റാൻ കർത്താവിനോട് പറയാം. കർത്താവേ, ഞങ്ങളുടെ മേൽ നീ കരുണ കാണിക്കണം. ഞങ്ങളുടെ ഈ സമൂഹത്തിന്റെ മേൽ കരുണ കാണിക്കണം. ഞങ്ങളുടെ ശുശ്രൂഷകളുടെ മേൽ കരുണ കാണിക്കണം. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളുടെ മേലും കരുണ കാണിക്കണം. ഓ പൊന്നു കർത്താവേ, നിന്റെ കരുണ ഞങ്ങൾക്ക് അനിവാര്യമാ. ഈ രാത്രിയിൽ നിന്റെ സ്നേഹം ഞങ്ങൾക്ക് ആവശ്യമാ. നിന്റെ അഭിഷേകം ഞങ്ങൾക്ക് ആവശ്യമാ. ഞങ്ങൾ ചെയ്യുന്നതൊക്കെ പരാജയപ്പെടുന്നു, ഞങ്ങൾ ചെയ്യുന്നതൊക്കെ കഷ്ടപ്പാടാകുന്നു, തകർച്ചയാകുന്നു. അതിന്റെ ബന്ധനങ്ങളൊക്കെ വിട്ടുമാറിയിട്ട് ദൈവ കരുണയില്, ദൈവ സ്നേഹത്തില് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് സാധിക്കണം. എല്ലാ ശുശ്രൂഷകർക്കും മഹത്വം ഉണ്ടാവണം. എല്ലാ ശുശ്രൂഷകർക്കും വളർച്ച ഉണ്ടാവണം. എല്ലാ ശുശ്രൂഷകർക്കും തങ്ങളുടെ ജീവിത മേഖലകളിൽ വൻ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കണം. മോശയെ പോലെ ജനമറിയുന്ന, ജനത്തെ അറിയുന്ന, ദൈവം അറിയുന്ന, ദൈവത്തെ അറിയുന്ന, ദൈവത്തിന് വേണ്ടി ജീവിക്കുന്ന, ദൈവത്തിന് വേണ്ടി പൂർണ്ണ സമർപ്പണം നടത്തിയ ശുശ്രൂഷകരാകണം. കൃപ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. നമുക്ക് എല്ലാവർക്കും തമ്പുരാന്റെ നേരെ കരങ്ങൾ നീട്ടിക്കൊണ്ട് സ്നേഹത്തോടെ പ്രാർത്ഥിക്കാം, എളിമയോടെ പാടി പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ മേൽ തമ്പുരാന്റെ കൃപ വർഷിക്കണം. ഓ കരുണയാകണമേ കർത്താവേ. ഒരു നിലവിളി നമ്മളിൽ നിന്ന് ഉയരണം. ഒരു നിലവിളി നമ്മളിൽ നിന്ന് ഉയരണം. സ്നേഹത്തോടെ പ്രാർത്ഥിക്കുക, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. നമ്മളൊക്കെ തകർച്ചയുടെ നിലയില്ലാത്ത കുഴിയിൽ വീണ് കിടക്കുക. ഇവിടുന്ന് സ്വയം എഴുന്നേക്കാൻ പറ്റുന്നില്ല, പിടിച്ചെഴുന്നേൽപ്പിക്കാൻ കൂടെ ഉള്ളവർക്കും പറ്റുന്നില്ല. വീണു പോകാത്ത ഒരാൾക്ക് മാത്രമേ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ പറ്റുള്ളൂ. ഓ പൊന്നു തമ്പുരാനെ, പൊന്നു കർത്താവേ, നിനക്ക് മാത്രമേ എന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ പറ്റുള്ളൂ. എന്നോട് കരുണയായിരിക്കണമേ. കരുണ തോന്നണേ നാഥാ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥാ, പാപിയാണു ഞാൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് കൃപ കിട്ടിയാൽ മാത്രം പോരാ, കൃപ കൊടുക്കുവാനും നമുക്ക് സാധിക്കണം. അഭിഷേകം പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അനുഗ്രഹം പകർന്നു കൊടുക്കാൻ സാധിക്കണം. ആ കരങ്ങള് കർത്താവിലേക്ക് നീട്ടിപ്പിടിക്കുമ്പം തമ്പുരാനോട് പറഞ്ഞ്, എൻ്റെ കർത്താവേ, എൻ്റെ കൈകളെ നീ ഒന്ന് സ്പർശിക്കണം. അനുഗ്രഹം കൊടുക്കാൻ പാകത്തില്, അഭിഷേകം പകർന്നു കൊടുക്കാൻ പാകത്തില് എന്നെ ഇപ്പോൾ നീ ശക്തിപ്പെടുത്തണം. എൻ്റെ കരങ്ങളുടെ പങ്കങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ട്, കുറവുകളൊക്കെ എടുത്ത് മാറ്റിയിട്ട് എൻ്റെ കരങ്ങളെ നീ ഒന്ന് വിശുദ്ധീകരിക്കണം, അഭിഷേകം ചെയ്യണം. ഈ കരങ്ങളെ അഭിഷേകം ചെയ്യുവാൻ കർത്താവേ, നീ ഞങ്ങളോട് കരുണയായിരിക്കണമേ. ഒരിക്കൽ കൂടെ പാടി പ്രാർത്ഥിച്ചേ. കരുണ തോന്നണേ നാഥാ, അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥാ, പാപിയാണു ഞാൻ. പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തിന്റെ അനുഗ്രഹം വേണ്ടാത്ത ഒരു മനുഷ്യരും ഈ സമൂഹത്തിലില്ല, ഈ ഭൂമുഖത്തില്ല. ദൈവത്തിന്റെ അനുഗ്രഹം എല്ലാവർക്കും വേണം. ദൈവത്തെ കൂടാതെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നെ കൂടാതെ നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടല്ലോ. തമ്പുരാന്റെ അനുഗ്രഹം ആർക്കൊക്കെയാ വേണ്ടത്? ഇന്ന് നമ്മുടെ പ്രാർത്ഥനാ സഹായം ചോദിക്കുന്ന ആർക്കൊക്കെ ആവശ്യം? ഈ സമൂഹത്തില് നമ്മുടെ കൂടെ നിൽക്കുന്ന ദൈവമക്കൾക്കെല്ലാം ആവശ്യമുണ്ട്. ഇന്ന് ഈ ശുശ്രൂഷയില് ആത്മാവിൽ പങ്കുചേരുന്ന എല്ലാവർക്കും, ഈ പഞ്ചഭൂഖണ്ഡങ്ങളിലുള്ള സമസ്ത മനുഷ്യർക്കും തമ്പുരാന്റെ കരുണയും കൃപയും ആവശ്യമുണ്ട്. നമ്മളിപ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരുടെ മേലും കരുണയാകണം.
കർത്താവേ, എല്ലാവരുടെ മേലും കരുണയാകണം. അവരെയൊക്കെ നമ്മൾ അനുഗ്രഹിക്കുക. അനുഗ്രഹത്തിന്റെ കരമൊന്ന് ഉയർത്തുക. ഓ, എല്ലാ മക്കളെയും ഞാൻ അനുഗ്രഹിക്കുന്നു കർത്താവേ, നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എന്റെ കരം ഞാൻ ഉയർത്തുന്നു. കരമൊന്ന് ഉയർത്തി അനുഗ്രഹിച്ചെന്ന് പ്രാർത്ഥിച്ച് കർത്താവ് നമ്മളിലൂടെ അനുഗ്രഹിക്കട്ടെ. ഓ, ദൈവമക്കൾ അനുഗ്രഹം കൊടുക്കുന്നവരാണ്. അനുഗ്രഹം സ്വീകരിക്കുക മാത്രമല്ല, അനുഗ്രഹത്തിന്റെ ദാതാക്കളാണ്. കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഈ അനുഗ്രഹം പങ്കുവെക്കുന്നു. കർത്താവേ, നിന്റെ അനുഗ്രഹത്തിന്റെ വിതരണക്കാരാകാൻ, നിന്റെ അനുഗ്രഹം പങ്കുവെക്കുന്നവരാകാനായിട്ട് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. നമ്മൾ ഒരിക്കൽ കൂടെ അഭിഷേകത്തോടെ പ്രാർത്ഥിക്കുകയാ. ദൈവത്തിന്റെ കരുണ നമ്മളിൽ നിറഞ്ഞിട്ട് നമ്മളിലൂടെ ലോകം മുഴുവനിലേക്കും നിറഞ്ഞു കവിഞ്ഞൊഴുകാൻ ഒരു പെരും മഴ തന്നെ ഉണ്ടാകാൻ, അഭിഷേകത്തിന്റെ ഒരു പെരുവെള്ളച്ചാട്ടം ഉണ്ടാകാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഈ പ്രപഞ്ചത്തിന്റെ മേൽ കരുണയുണ്ടാകണമേ കർത്താവേ എന്ന് ഒരിക്കൽ കൂടെ നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിച്ചേ. കരുണ തോന്നണേ നാഥാ, അലിവു തോന്നണേ, അനുഗ്രഹിക്കണേ നാഥാ, അനുഗ്രഹിക്കണേ. കരുണ തോന്നി അനുഗ്രഹിക്കണമേ. കരുണ തോന്നണേ നാഥാ, അലിവു തോന്നണേ, അനുഗ്രഹിക്കണേ നാഥാ, അനുഗ്രഹിക്കണേ. കരങ്ങൾ കൂപ്പി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് ഈ നിമിഷങ്ങളില് നമ്മളുടെ പ്രാർത്ഥനാ സഹായം ലോകം മുഴുവനിലുമുള്ള ദൈവമക്കൾക്ക് അനുഭവമാവുകയാണ്. ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇത് ഈ പ്രപഞ്ചത്തിന്റെ അച്ചുതണ്ടായിട്ട് മാറുകയാണ്. ഇവിടുന്ന് അനുഗ്രഹം പ്രസരിക്കുകയാണ്. ഇവിടെ നിന്ന് പ്രകാശം ഒഴുകുകയാണ്. ഇവിടുന്ന് സൗരഭ്യം ഒഴുകുകയാണ്. ഇവിടുന്ന് നന്മ ഒഴുകുകയാണ്. ഇവിടുന്ന് കൃപ പകർന്നു കൊടുക്കപ്പെടുകയാണ് എല്ലാവരിലേക്കും. അത് എല്ലാ ഭൂഖണ്ഡങ്ങളിലേക്കും, എല്ലാ ജനതകളിലേക്കും, എല്ലാ വേഷക്കാരിലേക്കും, എല്ലാ ദേശക്കാരിലേക്കും, എല്ലാ ഭാഷക്കാരിലേക്കും, എല്ലാവരിലേക്കും ദൈവത്തിന്റെ കൃപയൊഴുകുകയാണ്. ഈ ദിവ്യ കാരുണ്യത്തിൽ നിന്ന് അനുഗ്രഹം ഒഴുകുകയാണ്. ഹൃദയപൂർവ്വം ദൈവത്തെ ഒന്ന് സ്തുതിച്ച് ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്നു. ദൈവം കരുണ പ്രവർത്തിക്കുന്നു. ദൈവം കരുണ ചൊരിയുന്നു. നമുക്ക് സ്വരമുയർത്തി സ്നേഹത്തോടെ ഒന്ന് സ്തുതിക്കാം. എല്ലാവർക്കും കൂടെ സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ സ്തോത്രം, ഈശോയേ സ്തോത്രം. ഹല്ലേലൂയ, മഹത്വം. ദൈവമേ സ്തോത്രം, ദൈവമേ സ്തോത്രം, ദൈവമേ സ്തുതി, സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 മഹത്വം. ആരാധന, 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 മഹത്വം. ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ആദ്യം മോശയെക്കുറിച്ച് വായിക്കും. അവൻ എടുത്തിയാട്ടക്കാരനും ക്ഷിപ്രകോപിയും ഒക്കെയാണെന്ന്. എന്നാൽ സംഖ്യയുടെ പുസ്തകം 12-ാം അധ്യായം 2-ാം തിരുവചനം പറയും, ഈ ഭൂമുഖത്തുള്ള മനുഷ്യരിൽ ഏറ്റവും സൗമ്യനായിരുന്നു മോശയെന്ന്. മോശ ദൈവത്തിന് കൂടെ ഇരുന്നു. 40 ദിനരാത്രങ്ങൾ അവൻ ഭക്ഷിച്ചില്ല, അവൻ വെള്ളം കുടിച്ചില്ല. തമ്പുരാന്റെ കാൽച്ചോട്ടില് കമന്നു വീണ് കിടന്ന് പ്രാർത്ഥിച്ചു. ദൈവം അവനെ അഭിഷേകം ചെയ്തു. അവൻ ദൈവത്തെ കണ്ടു, ദൈവത്തെ അടുത്തറിഞ്ഞു, കർത്താവിന്റെ കൂടെ നടന്നു, ദൈവത്തെ സ്നേഹിച്ചു, ദൈവത്തോട് സംസാരിച്ചു. അങ്ങനെ എല്ലാ തരത്തിലും കർത്താവിന്റെ ഒരു സ്നേഹിതനായിട്ട് മാറി. ജീവിതത്തിലുടനീളം അവൻ ദൈവത്തിന്റെ കൂട്ടുകാരനായിരുന്നു. അവൻ ദൈവത്തിന്റെ ശുശ്രൂഷകൻ, ദൈവത്തിന്റെ കൂട്ടുകാരൻ. അവന്റെ ശുശ്രൂഷ സ്നേഹത്തിന്റെ ശുശ്രൂഷയായിരുന്നു. ദൈവത്തെ അറിഞ്ഞുകൊണ്ട്, അനുഭവിച്ചുകൊണ്ട്, ദൈവത്തെ കൊടുത്തുകൊണ്ടുള്ള ശുശ്രൂഷ. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ എല്ലാ ശുശ്രൂഷ മണ്ഡലങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കാം. നമ്മളുടെ ശുശ്രൂഷ മണ്ഡലങ്ങൾ ദൈവത്തെ അറിഞ്ഞുള്ള ശുശ്രൂഷകളാകട്ടെ, ദൈവത്തെ സ്നേഹിച്ചുകൊണ്ടുള്ള ശുശ്രൂഷകളാകട്ടെ, ദൈവത്തെ പകർന്നു കൊടുക്കുന്ന ശുശ്രൂഷകളാകട്ടെ, ദൈവനാമത്തിൽ നടത്തുന്ന ശുശ്രൂഷകളാകട്ടെ. നമ്മുടെ കൂടെ ഉള്ളവർ നമ്മളെ ദൈവത്തിന്റെ കൂട്ടുകാരെന്ന് വിളിക്കണം, ദൈവത്തിന്റെ സ്നേഹിതരെന്ന് വിളിക്കണം. ദൈവത്തെ കാണുന്ന മനുഷ്യൻ, ദൈവത്തോട് സംസാരിക്കുന്ന മനുഷ്യൻ, ദൈവവുമായിട്ട് ബന്ധമുള്ള മനുഷ്യൻ, ഒരു ദൈവമനുഷ്യൻ എന്ന് നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് പറയാനിടയാകണം. ഈ പ്രപഞ്ചത്തിന് കുറെ ദൈവമനുഷ്യരെ ആവശ്യമുണ്ട്.
ഈ പ്രപഞ്ചത്തിന് കുറെ വിശുദ്ധരെ ആവശ്യമുണ്ട്, കൃപയുള്ള മനുഷ്യരെ ആവശ്യമുണ്ട്. ഈ കൃപയാണ് അത്ഭുതം പ്രവർത്തിക്കേണ്ടത്. കൃപ കൊടുക്കുന്ന മനുഷ്യരാകാനായിട്ട് ഈ രാത്രിയിൽ നമുക്ക് അനുഗ്രഹം ഉണ്ടാവട്ടെ. കൃപ കൊടുക്കുന്ന മനുഷ്യര്, ദൈവത്തെ കൊടുക്കുന്ന മനുഷ്യര്, തമ്പുരാന്റെ കൂടെ ജീവിക്കുന്ന, തമ്പുരാനെയും കൊണ്ട് നടക്കുന്ന ആളുകള്, എവിടെ പോകുമ്പോഴും കൂടെ ദൈവമുണ്ട്, എവിടെ പോകുമ്പോഴും കൂടെ ദൈവത്തിന്റെ അനുഗ്രഹമുണ്ട്, ദൈവത്തിന്റെ ആത്മാവുണ്ട്. ഈ രാത്രിയിൽ ദൈവാത്മാവിനാൽ പൂരിതരാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ഒന്നുകൂടെ ഒന്ന് ശാന്തമായിട്ട് പ്രാർത്ഥിച്ച് മനസ്സിൽ ദൈവാത്മാവ് നിറയട്ടെ, ചിന്തകളിൽ ദൈവാത്മാവ് നിറയട്ടെ, നമ്മുടെ പ്രവർത്തനങ്ങളിൽ ദൈവാത്മാവ് നിറയട്ടെ, നമ്മുടെ ഓരോ കൈവയ്പിലും ദൈവാത്മാവ് നിറയട്ടെ. എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിലാണ് ഞാൻ ജീവിക്കുന്നത്, എൻ്റെ ദൈവത്തിൻ്റെ നാമത്തിലാണ് ഞാൻ സഞ്ചരിക്കുന്നത്, പ്രവർത്തിക്കുന്നത്, അനുഗ്രഹിക്കുന്നത്, സംസാരിക്കുന്നത്. എൻ്റെ ദൈവം എന്നിലൂടെ പ്രവർത്തിക്കുകയാണ്, എൻ്റെ ദൈവം എന്നിലൂടെ ജീവിക്കുകയാണ്. ഈ ഭൂമുഖത്ത് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ എൻ്റെ കണ്ണു വേണം, എൻ്റെ ചെവി വേണം, എൻ്റെ കൈ വേണം, എൻ്റെ കാല് വേണം, എൻ്റെ ജീവിതം വേണം, എൻ്റെ ഹൃദയം വേണം. ദൈവത്തിന് എന്നെ ആവശ്യമുണ്ട്. ഈശോയുടെ കയ്യിലേക്ക് ജീവിതം കൊടുത്ത്, ഈശോയുടെ കയ്യിലേക്ക് ജീവിതം സമർപ്പിച്ച്, ഈശോയുടെ കയ്യിലേക്ക് നമ്മുടെ കുടുംബത്തെ കൊടുത്ത്, നമ്മുടെ മേഖലകളെ കൊടുത്ത്, എല്ലാം കൊടുത്ത് ഈ രാത്രിയിൽ ഈശോയുടെ കയ്യിലേക്ക് കൊടുത്ത് ഞാൻ ജീവിക്കുന്നു എങ്കിൽ അത് കർത്താവിലാണ്. ഞാൻ ജീവിക്കുന്നുവെങ്കിൽ ഒരു പുതിയ സൃഷ്ടിയായിട്ടുള്ള ജീവിതമാണ്. പഴയ മനുഷ്യനെ ഉരിഞ്ഞു കളഞ്ഞിട്ട് ഒരു പുതിയ മനുഷ്യനായിട്ട് ജീവിക്കുകയാ. എനിക്കിനി മേലിൽ ജീവിതം എന്ന് പറയുന്നത് ഈശോയാണ്, ഈശോയിലാണ്, ഈശോയുടെ ഒത്താണ്, ഈശോയുടെ കൽപ്പന പ്രകാരമാണ്. അവിടുത്തെ ആത്മാവിൻ്റെ ജീവിതമാണ്. ആത്മാവിലുള്ള ഒരു ജീവിതം, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ദൈവമക്കളുടെ ജീവിതം. പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് പ്രാർത്ഥിക്കാം. മുട്ടുകുത്തി നിൽക്കാം. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഓരോ ആശീർവാദവും ഒരു മുദ്രവയ്പ്പാണ്. ഓരോ ആശീർവാദവും ഒരു ആശ്ലേഷവും ആലിംഗനവുമാണ്. പിതാവ് തൻ്റെ മകനെ കെട്ടിപ്പിടിച്ച് തൻ്റെ സ്വന്തമാക്കി മാറ്റുന്നത് പോലെ ആശീർവദിക്കുമ്പോൾ ദൈവമായ കർത്താവ് നമ്മളെ കെട്ടിപ്പിടിച്ച് നമ്മുടെ നെറുകയിൽ ചുംബിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, നീ എൻ്റെ സ്വന്തമാണെന്ന്, നീ എൻ്റെതാണെന്ന്, എനിക്ക് നിന്നെ വേണമെന്ന്, നിന്നെ കൂടാതെ എനിക്ക് ഒരു അസ്തിത്വമില്ലെന്ന്. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ സന്നിധിയിൽ ആശീർവാദം സ്വീകരിക്കുമ്പോൾ കർത്താവിൻ്റെ ആ മുദ്ര കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റുവാങ്ങാം. ഈ മുദ്രയിട്ട് കർത്താവിൻ്റെ അംഗീകാര മുദ്ര സ്വീകരിച്ചുകൊണ്ട് വേണം നമുക്ക് ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോവാനായിട്ട്. നമുക്ക് പ്രാർത്ഥിക്കാം. ആരാധന
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.